കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന പഠനത്തിനായി സൂം പ്ലാറ്റ്ഫോമുകളിൽ വന്നിരിക്കുന്ന എല്ലാ മാന്യ കേൾവിക്കാർക്കും കർത്താവായ യേശുക്രിസ്തു നിസ്തുല്യ നാമത്തിൽ സ്നേഹത്തോടും ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളും. ഇതിനെ തുടർന്ന് യൂട്യൂബിൽ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തു നിസ്തുല്യ നാമത്തിൽ സ്നേഹത്തോടെ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളും. നമ്മുടെ എഹെസ്കേൽ പ്രവചനം 21-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മളെ വിവിധ ഇടങ്ങളിൽ നമ്മൾ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുമ്പോൾ പ്രാർത്ഥനയോടെ ഒരു ഒരുക്കത്തോടുകൂടെ നമുക്ക് ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാം. ദൈവം നാം ആയിരിക്കുന്നിടത്ത് ദൈവ സാന്നിധ്യത്തിലിരുന്ന് ദൈവവചനം പഠിച്ച് നിശ്ചയം പ്രാപിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യഹൂദയിലുള്ള യഹൂദന്മാരായിരിക്കുന്നവരിൽ ചില പ്രവാസത്തിൽ കഴിയുന്നു. പ്രവാസത്തിലുള്ള ആളുകൾ ദൈവിക ആലോചനകൾ ചോദിക്കാൻ എഹെസ്കേലിനെ സമീപിക്കുമ്പോൾ യഹോവയായ ദൈവം അത് കണ്ടിട്ട് പ്രതികരിക്കുന്ന ഭാഗമാണ് 20-ാം അധ്യായം, 21-ാം അധ്യായം, 22 തുടങ്ങിയ അധ്യായം. അതില് 21-ാം അധ്യായം ഇസ്രായേൽ ജനത്തിന് അഥവാ യെരുശലേമിന് വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് ഒരു കാവ്യാത്മകമാകുന്ന രൂപത്തിൽ എഴുതപ്പെട്ടതാണ്. വാള് വരുന്നു, വാളെ വാളെ എന്ന് പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്ത് പറയുന്നു. വാളെന്ന് പറഞ്ഞ് ന്യായവിധിയെ കാണിക്കുന്നു. അത് എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വരുന്നു, അത് ഏത് കാലഘട്ടത്തിൽ വരുന്നു എന്നൊക്കെ വളരെ വ്യക്തമായി ഈ 21-ാം അധ്യായത്തിൽ വരച്ച് കാണിച്ചു വെച്ചിട്ടുണ്ട്. ആ വാള് ബാബിലോണെ കാണിക്കുന്നു. അതുകൊണ്ട് എഹെസ്കേലിനോട് പറയുന്നു, നീ ബാബിലോണിൽ നിന്നൊരു വഴി, നീ ഒരു ഭൂപടം പോലെ ഉണ്ടാക്കിയിട്ട് നീ ബാബിലോണിൽ നിന്ന് വരുന്നതായി കാണിച്ച് അവിടെ റിബ്ലയിലെത്തണം. അവിടുന്ന് നീ ഒരു വഴികാട്ടി പോലെ വഴി ചൂണ്ടി വെക്കണം. എന്നിട്ട് 2 ഭാഗത്തേക്ക് വഴി കാണിച്ചു കൊടുക്കണം. ഒന്ന് അമ്മോനിലെ റിബ്ബയിലേക്കും മറ്റൊന്ന് യഹൂദയിലെ യെരുശലേമിലേക്കും ഉള്ള വഴി 2ആയിട്ട് പിരിച്ച് നീ വരച്ചു വെക്കണം. അവിടെ കൈ ചൂണ്ടുകയും വെക്കണം. യെരുശലേമിലേക്കുള്ള വഴി, റബ്ബയിലേക്കുള്ള വഴി എന്ന്. അങ്ങനെ പറഞ്ഞതിന് ശേഷം യഹോവയായ ദൈവം പറയുന്നു, ഏത് കാലഘട്ടത്തിലാണ് ഈ വാൾ വരുന്നതിനെ കുറിച്ചുള്ള ഭാഗമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതുകൊണ്ട് 25-ാമത്തെ വാക്യത്തിൽ വായിക്കും, ദുഷ്ടനായ രാജകുമാരനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവിടെ 21-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഇസ്രായേലിന്റെ പ്രഭുവായ ദുഷ്ടനും നിഹിതനും ദുഷ്ടനുമായ ഇസ്രായേലിന്റെ പ്രഭുവായുള്ളവേ എന്ന് പറഞ്ഞാണ് ഭാഗം അവിടെ ആരംഭിക്കുന്നത്. ഇത് ഇസ്രായേലിലെ ദുഷ്ടനായ രാജകുമാരൻ ആയ സിദെക്കീയാവിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിനു മുമ്പുള്ള ഭാഗത്തും സിദെക്കീയാവിനെ രാജകുമാരൻ എന്ന് വിളിച്ച് സംബോധന ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സിദെക്കീയാവിന്റെ പാപം വളർന്ന് ഒരു പാത്രത്തിന്റെ വക്കോളം എത്തി നിൽക്കുന്നത് പോലെ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ജനത്തിന്റെ അകൃത്യവും ജനത്തിന്റെ ധാർമ്മിക നിലവാരവും നിമിത്തവും ദൈവത്തിന് ന്യായവിധി അവരുടെ മേൽ വന്നിട്ട് അവർക്ക് വാഗ്ദത്ത ദേശം നഷ്ടപ്പെടും, അവരെ പുറത്താക്കുമെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 26-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും, അത് അങ്ങനെ ഇരിക്കയില്ല, ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. അപ്പോൾ ആ ഭാഗത്ത് വളരെ വ്യക്തമായി പറയുന്നു,
ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. ഇനി അങ്ങനെ ഇരിക്കയില്ല. വരാൻ പോകുന്ന ആ ന്യായവിധിയിൽ രാജാവ് നഷ്ടപ്പെടും, രാജ്യാധികാരം നഷ്ടപ്പെട്ടും ഇനി ഒരുത്തനും ആ സിംഹാസനത്തിൽ രാജാവായി ഇരിക്കയില്ല എന്ന് വളരെ വ്യക്തമായി പറയുകയാണ്. ഇത് BC 586 ഈ പറഞ്ഞത് നിവർത്തിക്കപ്പെട്ടു. മകുടം നീക്കി കിരീടം നീങ്ങി എന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ 27-ാമത്തെ വാക്യത്തിന് അവസാന ഭാഗം ഇങ്ങനെ പറയുന്നു: അതിന് അവകാശമുള്ളവൻ വരുവോളം അതില്ലാതെ ഇരിക്കും, അവന് ഞാൻ അത് കൊടുക്കും. അവകാശമുള്ളവൻ വരുവോളം. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചതാണ്. യാക്കോബ് തന്റെ മക്കളെ കുറിച്ച്, മക്കളായ യഹൂദയെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു: അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകുകയില്ല എന്ന് വളരെ വ്യക്തമായി യാക്കോബ് തന്റെ മകനായ യഹൂദയെ കുറിച്ച് പറയുന്ന ഭാഗത്തുണ്ട്. അപ്പോൾ തന്റെ മകനെ അനുഗ്രഹിച്ച് പ്രവചിക്കുന്ന ഭാഗമാണിത്. ചെങ്കോൽ യഹൂദയിൽ നിന്ന് മാറുകയില്ല. ഭരണാധികാരിയുടെ വടി അവന്റെ പാദങ്ങൾക്കിടയിൽ നിന്ന് മാറുകയില്ല. എന്നാൽ യേശു കർത്താവ് ജനിക്കുന്നതിന് മുൻപേ മറിയോടുള്ള ബന്ധത്തിൽ ദൂതൻ വന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ലൂക്കോസ് 1-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന് സിംഹാസനം കൊടുക്കും, അവൻ യാക്കോബ് ഗൃഹത്തെ എന്നേക്കും രാജാവായിരിക്കും, ആ രാജ്യത്തിന് അവസാനം വരികയില്ല. അപ്പോൾ അവകാശമുള്ളവൻ വരുവോളമെന്ന് യെഗസ്കേൽ പറയുന്നു. യാക്കോബ് തന്റെ മകനായ യഹൂദയെ അനുഗ്രഹിക്കുമ്പോൾ ആ ഭാഗം എടുത്തു പറയുന്നു. യേശുക്രിസ്തു ജനനത്തിനു മുമ്പ് മറിയോടുള്ള ബന്ധത്തിൽ ദൂതൻ ഒരു വാഗ്ദത്തമായി പറയുന്നു. ഈ ഭാഗമെല്ലാം നാം നോക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് യെഗസ്കേൽ ഇപ്പോൾ പറയുന്ന പോലെ മകുടം നീക്കി കിരീടം എടുത്തു കളയും. അത് സംഭവിക്കുക തന്നെ ചെയ്യും. നമുക്ക് 21-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നാം കണ്ടതാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു: അതൊരു പരീക്ഷയല്ലോ, എന്നാൽ നിരസിക്കുന്ന ചെങ്കോൽ തന്നെ ഇല്ലാതെ പോയാൽ എന്ത് എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അവിടെ പറയുന്നു, വാൾ നിമിത്തം വാൾ ചെങ്കോല് നിരസിക്കപ്പെടുന്നു. അതിനെ ആരും ബഹുമാനിക്കുന്നില്ല, ആ ബഹുമാനം നഷ്ടപ്പെടുന്നു എന്ന് വളരെ വ്യക്തമായി ആ ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ രാജ അധികാരം എന്നേക്കുമായി നഷ്ടപ്പെടുന്നു. ഇനിയും അവകാശമുള്ളവൻ എന്ന് പറഞ്ഞാൽ സിംഹാസനത്തിലിരിക്കുവാൻ, രാജദണ്ഡ് പിടിക്കുവാൻ, കിരീടം ധരിക്കുവാൻ അവൻ യോഗ്യനായവൻ, അവകാശമുള്ളവൻ വരും. അതുവരെ ആരും അതിലിരിക്കയില്ല, ആരും ആ കിരീടം ധരിക്കയില്ല, ആരും ആ രാജദണ്ഡ് പിടിക്കയില്ല, ആരും ആ ചെങ്കോൽ പിടിക്കാൻ യോഗ്യരായവരാരുമില്ല. ഈ ഭാഗം എടുത്തു പറയുന്നു, അവകാശമുള്ളവൻ വരും. ഇവിടെ ആരെ കുറിച്ച്? കർത്താവായ യേശു ക്രിസ്തുവാകുന്ന മശിഹയെ കുറിച്ച് പറയുന്ന ഭാഗമാണ് അവകാശമുള്ളവൻ വരും എന്നെടുത്തു പറയുന്നത്. അങ്ങനെയെങ്കിൽ പിതാവായ ദാവീദിന് സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകിയില്ല. ഈ ഭാഗത്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു.
അവകാശമുള്ളവൻ മശികയായവൻ വരും. അത് താമസിക്കുകയില്ല. അത് താമസമില്ലാതെ ആ മശികയായവൻ വരും എന്ന് ഈ ഭാഗത്ത് എടുത്തു പറയുകയാണ്. നാം ഈ ഭാഗത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇവിടെ പ്രവചിക്കുന്ന ആ സമയത്ത് സിദെക്കീയാവ് രാജാവാണ്. 586 BC 586 എന്നേക്കുമായി രാഷ്ട്രത്തിലെ രാജ്യാധികാരം നഷ്ടപ്പെടുന്നു. നാം വായിക്കുന്ന പോലെ പിന്നെ ഒരു രാജാവും അവിടെ വാണിട്ടില്ല. സിംഹാസനം ഇല്ലാതെ പോയി. എന്നാൽ രാജ്യം പിടിക്കാൻ ആളില്ലാതെ പോയി. എന്നാൽ ഇവിടെ പറഞ്ഞ അവകാശമുള്ളവൻ അതിലൊരുത്തൻ മാത്രം, നമ്മുടെ മശികായ കർത്താവ് മാത്രമാണ്. അവകാശമുള്ളവർ വരുവാൻ സമയമായി. അതിന്റെ രാജലക്ഷണങ്ങൾ ലോകത്തെങ്ങും വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തെവിടെ നോക്കിയാലും നന്നായി പഠിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയും. അവകാശമുള്ളവൻ, ചെങ്കോല് പിടിക്കാൻ അവകാശമുള്ളവൻ, സിംഹാസനത്തിൽ ഇരിക്കാൻ അവകാശമുള്ളവൻ വരുവാൻ സമയമായി. മഹാപീഡന കാലഘട്ടത്തിന്റെ ഒടുവിൽ മശികയായവൻ തന്റെ ദൂതന്മാരുമായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അവൻ തന്റെ സിംഹാസനം അവിടെ സ്ഥാപിക്കും എന്ന് നമുക്ക് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ രാത്രി ഈ പ്രാരംഭ സമയത്ത് ഞാൻ ഓർപ്പിച്ചുകൊണ്ടെത്തുന്നത്, ഒരു യഹൂദ ജനം ഒരു മശികയുടെ വരവിന് വേണ്ടി അവകാശമുള്ളവന് കാത്തിരിക്കുമ്പോൾ, വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന് ഹൃദയത്തിനകത്തൊരു പ്രത്യാശയുണ്ട്. എന്റെ വീണ്ടെടുപ്പുകാരൻ വരുവാൻ സമയമായി, ഞാൻ അവനെ കാണും, അവൻ അവകാശമുള്ളവനാണ്, സകലത്തിനു മേലും അധികാരമുള്ളവനാണ് എന്നൊരു പ്രത്യാശ ഹൃദയത്തിനകത്തുണ്ട്. നാം മുമ്പ് ഇവിടെ പാടിയപ്പോൾ അത് പാടുകയും ചെയ്തു. അവൻ വരും, നമ്മൾ ആയത്തമായിരിക്കണം, നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണമെന്ന് നാം പാടുകയുണ്ടായി. പ്രാർത്ഥിച്ചപ്പോൾ ആ ഭാഗം പ്രാർത്ഥിക്കുകയുണ്ടായി. ആകെ കർത്താവ് വരാൻ സമയമായി. അവൻ വരുമ്പോൾ നാം ആ കൂട്ടത്തിൽ നമുക്കും കാണണം. നമുക്കും 1000 ആണ്ട് വാഴ്ചയിൽ അവനോടൊപ്പം നമുക്കും വാഴണമെങ്കിൽ നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തോട് ചേർന്ന് വസിച്ച് ദൈവത്തിന് പ്രയോജനമുള്ള ഭക്തന്മാരായി ജീവിച്ചാൽ നമുക്കും അവനോടൊപ്പം നമുക്കും വാഴുവാൻ കഴിയും. ഒരു പ്രത്യാശ നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകട്ടെ. ആ ഒരു റെസ്പോൺസിബിലിറ്റി പോലെ ആ ഒരു ചിന്ത ഹൃദയത്തിനകത്ത് എപ്പോഴും നമുക്കുണ്ടാകട്ടെ. ആ ഒരു വാഞ്ചോട് ജീവിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഏവരെയും ഒരുക്കിയെടുക്കുകയും നമ്മളെ സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തുടർന്ന് 28 മുതൽ 32 വരെ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യെഹെസ്കേൽ പുസ്തകം 21-ാം അധ്യായത്തിന്റെ 28 മുതൽ 32 വരെ ഭാഗങ്ങൾ ഒന്ന് വായിക്കാം. മനുഷ്യപുത്ര, നീ പ്രവചിച്ചു പറയേണ്ടത്, അമ്മോന്യരെ കുറിച്ചും അവരുടെ നിന്ദയെ കുറിച്ചും യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. അന്ത്യശിക്ഷാവിധിയുടെ കാലത്ത് നാൾ വന്നവരായി ദുഷ്ടന്മാരായ നിശ്ചിതന്മാരുടെ കഴുത്തിൽ വെക്കേണ്ടതിന് അവർ നിനക്ക് വ്യാജം ദർശിക്കുന്ന നേരത്തും നിനക്ക് ഭോഷ്ക് ലക്ഷണം പറയുന്ന നേരത്തും ഒരു വാൾ ഊരിയിരിക്കുന്നു. അത് മിന്നൽ പോലെ മിന്നേണ്ടതിനും തിന്നുകളയേണ്ടതിനും കൊലയ്ക്കായി മിനുക്കിയിരിക്കുന്നു എന്ന് പറയുക. അതിനെ ഉറയിൽ ഇടുക. നീ സൃഷ്ടിക്കപ്പെട്ട സ്ഥലത്ത് നിന്റെ ജന്മദേശത്തു തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും. ഞാൻ എന്റെ ക്രോധം നിന്റെ മേൽ പകർന്ന് എന്റെ കോപാഗ്നി നിന്റെ മേൽ ഊരി മൃഗപ്രായരും നശിപ്പിക്കാൻ മിടുക്കന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്നെ ഏൽപ്പിക്കും. നീ തീക്കിരയായി തീരും. നിന്റെ രക്തം നിന്റെ ദേശത്തിന്റെ നടുവിൽ ഇരിക്കും. നിന്നെ ഇനി ആരും ഓർക്കുകയില്ല. യഹോവയായ ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു. ഇവിടെ നെബൂഖദ്നേസർ അവൻ റിബ്ലയിൽ വന്നിട്ട് 2 ഭാഗത്തേക്ക് പോകാനുള്ള വഴി കാണിക്കുന്നതായിട്ട് യെഹെസ്കേൽ പുസ്തകത്തിന് നമ്മൾ ഇതിനു മുമ്പുള്ള ഭാഗത്ത് വായിച്ചു കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ പറയുന്നത് അമ്മോനിലെ റിബ്ബയെ കുറിച്ചാണ് പറയുന്നത്. അവർക്കുള്ള ന്യായവിധിയെ കുറിച്ചാണ് പറയുന്നത്. ഇതിനു മുമ്പ് വരെ പറഞ്ഞത് യെരുശലേമിന്റെ ന്യായവിധിയെ കുറിച്ച് പറഞ്ഞുവെങ്കിൽ
ഈ 28-ാമത്തെ വാക്യം മുതൽ 32 വരെ വാക്യങ്ങൾ അമ്മോനിലെ റിബ്ബയെ കുറിച്ചാണ് പറയുന്നത്. അവിടെ റിബ്ലയിൽ വരുമ്പോൾ രണ്ട് വഴി പോകുന്നു. ഒന്ന് അമ്മോനിലെ റിബ്ബയിലേക്കും മറ്റ് യഹൂദയിലെ ജെറുസലേമിലേക്കും പോകുന്നു. യഹൂദയുടെ ന്യായവിധിയോടുള്ള ബന്ധത്തിൽ പാടിയ പാട്ട് വാളെ വാളെ ഉണരുക എന്നിങ്ങനെ പറഞ്ഞ പാട്ട് പോലെ തന്നെ അതേ ഒരു കാവ്യാത്മകമാകുന്ന നിലയിലാണ് ഇവിടുത്തെ പാട്ടും അവർ പാടുന്നത്. ദൈവം അമ്മോനെയും അവന് സ്വന്തം ദേശത്ത് വാൾ കൊണ്ട് വിധിക്കുമെന്ന് വളരെ വ്യക്തമായി പറയുന്നു. അവിടെ ദൈവം തന്റെ ക്രോധത്തിൽ തീ കൊണ്ട് അവിടെ മേൽ ക്രോധം പകരുന്നു എന്ന് വായിക്കുന്നു. ഇവിടെ 31-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എന്റെ കോപാഗ്നി നിന്റെ മേൽ ഊതി മൃഗപ്രായരും നശിപ്പിപ്പാൻ മിടുക്കന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്നെ ഏൽപ്പിക്കും. എന്ന് പറഞ്ഞാൽ വിഴുങ്ങുവാൻ കഴിവുള്ള മനുഷ്യർക്ക് നിന്നെ ഏൽപ്പിക്കും. ബാബലോൺ ആദ്യം യെരൂശലേമിനെ ആക്രമിച്ചാലും നമ്മൾ ചിന്തിക്കുന്നു അമ്മോനുള്ള ബന്ധത്തിൽ വിട്ടുപോയി. ഇല്ല, യെരൂശലേമിനെ ആക്രമിച്ചാലും അമ്മോന്റെ മേലുള്ള ന്യായവിധി ദൈവം മറന്നിട്ടില്ല. അത് നടക്കും, ഉറപ്പാണ്. കാരണം അവർ തെറ്റായ പ്രവചനങ്ങളുടെ നുണപ്രവചനങ്ങളുടെയും നുണ ദർശനങ്ങളുടെയും സ്വാധീനത്തിന് കീഴിലാണ് അമ്മോനിലെ ജനങ്ങൾ മുഴുവൻ. അവിടെ ആ ഭാഗത്തെ നമ്മൾ വായിച്ച ഭാഗത്ത് 29-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവർ നിനക്ക് വ്യാജം ദർശിക്കുന്ന നേരത്തും നിനക്ക് ലക്ഷണം പറയുന്ന നേരത്തും ഒരു വാൾ ഊരിയിരിക്കുന്നു. അത് മിന്നൽ പോലെ മിന്നേണ്ടതിനും തിന്നുകളയേണ്ടതിനും കൊലയ്ക്കായി മിനുക്കിയിരിക്കുന്നു എന്ന് പറയുക. നോക്കണം, അവിടെ പറഞ്ഞിരിക്കുന്നത് വ്യാജലക്ഷണം പറയുന്നവർ, നുണദർശനങ്ങൾ. അപ്പൊ ആ ഒരു സ്വാധീനത്തിൽ കഴിയുന്ന ഒരു ജനത, ആ ജനതയുടെ അന്ത്യവിധിക്കായി യഹോവയായ ദൈവം പറയുന്നു, ഞാൻ നിന്നെ നശിപ്പിക്കും. ഈ വാക്യത്തിനിടയിൽ നാം പഠിച്ചു വരുമ്പോൾ ഇവർക്ക് വരാൻ പോകുന്ന ന്യായവിധി ഇസ്രായേലിനേക്കാൾ മോശമായിരിക്കും. ഒന്നുകൂടി പറഞ്ഞാൽ ഈജിപ്തിനേക്കാൾ മോശമായ നിലയിലുള്ള ന്യായവിധിയാണ് അമ്മോനിന് വരാൻ പോകുന്നത്. അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിന്റെ 32-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നീ തീക്കിരയാകും, നിന്റെ രക്തം നിന്റെ ദേശത്തിന്റെ നടുവിൽ ഇരിക്കും, നിന്നെ ഇനി ആരും ഓർക്കുകയില്ല, യഹോവയായ ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു. നിന്നെ ഇനി ആരും ഓർക്കുകയില്ല. അത് നമ്മൾ എടുത്ത് മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. നിന്നെ ഇനി ആരും എന്ന് പറഞ്ഞാൽ ഓർക്കാൻ കഴിയാത്ത നിലയിലേക്ക് ഒരുപക്ഷെ ഭൂമുഖത്തു തന്നെ ഒരുപക്ഷെ അത് മാറ്റപ്പെട്ടു പോയേക്കാം. അതായിരിക്കാം അതിനർത്ഥം. അതാണ് അതിന്റെ അർത്ഥം. ആരും ഓർക്കാത്ത നിലയിൽ, അവഗണിക്കപ്പെടുന്ന നിലയിലേക്ക് അത് മാറ്റപ്പെടും. ആ നിലയിലൊരു ന്യായവിധിയാണ് അമ്മോന്റെ മേൽ ദൈവം വരുത്താൻ പോകുന്ന ന്യായവിധി. ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. ഇവിടെ രണ്ട് ജനത്തെക്കുറിച്ച് ന്യായവിധി പറയും. ഒന്ന് ഇസ്രായേലിന് മേലുള്ള ന്യായവിധി, യെരൂശലേമിന് മേലുള്ള ന്യായവിധി. മറ്റത് അമ്മോന്റെ മേലുള്ള ന്യായവിധി. രണ്ടിടത്തും വാള് പറയുന്നു, രണ്ടിടത്തും വാള് ഒരുക്കി മിനുക്കി വെച്ചിരിക്കുന്നു. അതേത് സമയം വരും. എന്നാൽ ഇസ്രായേലിന് മേലുള്ള ന്യായവിധിയെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ വെറുതെ പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല, അവർക്ക് പ്രത്യാശയുടെ ഒരു വാഗ്ദത്തം നൽകിയാണ് ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുന്നത്. നാം 27-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഉന്മൂലനാശം വരുത്തുമെന്ന് പറയുന്നു, അതിനവകാശമുള്ളവൻ വരുവോളം
ഞാൻ അവനത് കൊടുക്കും എന്ന് പറയുമ്പോൾ ഒരു പ്രത്യാശ നൽകുന്ന ഒരു വാക്തത്വ വചനമാണ്. അപ്പൊ ഇസ്രായേലിനെ ദൈവം നശിപ്പിക്കും, അതിനുമേൽ ന്യായവിധി അയക്കുമെന്ന് പറഞ്ഞാലും ഒരു പ്രത്യാശയുടെ വാക്തത്വം നൽകിയാണ് ദൈവം അവരുടെ ന്യായവിധിയുടെ ദൂത് അവരെ അറിയിക്കുന്നത്. എന്നാൽ അമ്മോന്റെ മേലുള്ള ന്യായവിധിയുടെ ദൂത് പറയുമ്പോൾ അവിടെ വായിക്കുന്നത് ഒരു പ്രത്യാശയുടെ ദൂത് കൊടുക്കുന്നില്ല. അവിടെ പറഞ്ഞ ഇനി നിന്നെ ആരും ഓർക്കുകയില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ട വസ്തുത, ദൈവജനവും ലോകത്തിലെ ജനങ്ങൾ നമ്മളെ വ്യത്യാസം ഇവിടെയാണ്. ദൈവജനം അവർ പാപം ചെയ്ത് തെറ്റ് ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ ദൈവം അവർക്ക് ശിക്ഷകൾ നൽകി അവരെ ഒരുക്കിയെടുക്കുന്നു, അവർക്ക് ശിക്ഷ കൽപ്പിക്കുന്നു, അവർക്ക് ന്യായവിധി കൽപ്പിക്കുമ്പോൾ തന്നെ അവർക്ക് രക്ഷപ്പെടാനുള്ളതായ ഒരു വാഗ്ദത്തം കൂടെ അവർക്ക് നൽകുന്നു. എന്നാൽ ഈ അമ്മോനെ കുറിച്ച് പറയുമ്പോൾ രക്ഷപ്പെടാൻ ഒരു വാഗ്ദത്തം നൽകുന്നില്ല. ആദർ അവിടെ കൊണ്ട് അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. നാം മനസ്സിലാക്കേണ്ട വസ്തുത, ദൈവം തന്റെ ജനത്തെ വിളിച്ചിറക്കിയത് എവിടെയെങ്കിലും കൊണ്ട് നശിപ്പിക്കുവാനല്ല. ആരും നശിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, ദൈവജനങ്ങൾ. അതുകൊണ്ട് ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വരുമ്പോഴും നമ്മളെ അതിൻ്റെ അകത്തു നിന്നും ഒരുക്കി നമ്മൾക്ക് ശിക്ഷകൾ ഇടയ്ക്ക് കൽപ്പിച്ച്, ഇടയ്ക്ക് വാഗ്ദത്തം നൽകി, പ്രത്യാശ നൽകി, ധൈര്യം നൽകി, ഉറപ്പ് നൽകി നമ്മളെ മുൻപോട്ട് നടത്തുന്നൊരു ദൈവത്തെ കാണാൻ കഴിയും. അതുകൊണ്ട് വേദോസം ഇങ്ങനെ വന്ന് ചതഞ്ഞ ഓട ഒടിക്കയില്ല, പുകയുന്ന തിരിയെ കെടുത്തിക്കളയില്ല. മരുഭൂമിയിൽ കൂടെയുള്ള യാത്രയിൽ നാം ക്ഷീണിച്ച് തളർന്ന് ഇനിയും നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്ത നിലയിലേക്ക് നീങ്ങിയാലും ചില വാഗ്ദത്തങ്ങളും പ്രത്യാശയുടെ വാഗ്ദത്തങ്ങൾ നൽകി നമ്മളെ കൊണ്ടെത്തിക്കേണ്ട സ്ഥാനത്ത് കൊണ്ടെത്തിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന ദൈവത്തിന്റെ ജനം, ദൈവത്താൽ വേർതിരിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബാലശിക്ഷകൾ നൽകപ്പെടുമ്പോൾ, നമ്മളെ ഏതെങ്കിലും വിധത്തിൽ ദൈവം നമ്മളെ നടത്തുമ്പോൾ നാം ഓർത്തുകൊള്ളണം, നമ്മളെ നശിപ്പിച്ച് കളവാനല്ല, ഇതിലൂടെ നമ്മളെ ഒരുക്കിയെടുക്കുമ്പോൾ തന്നെ പ്രത്യാശയുടെ ഒരു വാഗ്ദത്തവും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നാം ഇതിൽ കൂടി കടന്നു പോകുമ്പോൾ വേദോസം ഇങ്ങനെ പറയുന്നു, വെള്ളത്തിൽ കൂടെ കടക്കും, പക്ഷെ വെള്ളം നിന്നെ മുക്കിക്കളയില്ല. നീ തീയിൽ കൂടെ കടക്കും, തീജ്വാലയ്ക്ക് നിന്നെ ദഹിപ്പിക്കുവാൻ കഴിയയില്ല. അപ്പൊ നാം ഓർത്തുകൊള്ളേണ്ടത്, ഇതിന് നടുവിലും പ്രത്യാശ നൽകി വാഗ്ദത്തം നൽകി നമ്മെ നടത്തുന്ന സ്നേഹനിധിയായ ഒരു ദൈവത്തെ നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കി വിളിച്ച ദൈവം വിശ്വസ്തരെന്ന് മനസ്സിലാക്കി മുൻപോട്ട് പോകുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഏവരെ സഹായിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കിനി 22-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 22-ാം അധ്യായം അതിന് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ ന്യായം വിധിക്കുമോ? രക്തപാതകമുള്ള പട്ടണത്തെ നീ ന്യായം വിധിക്കുമോ? എന്നാൽ നീ അതിന്റെ സകല മ്ലേച്ഛതകളെയും അതിനോട് അറിയിച്ച് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ കാലം വരുവാൻ തക്കവിധം നിന്റെ നടുവിൽ രക്തം ചൊരിഞ്ഞ് നിന്നെ തന്നെ മലിനമാക്കേണ്ടതിന് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന നഗരമേ, നീ ചൊരിഞ്ഞ രക്തത്താൽ നീ കുറ്റക്കാരനായി തീർന്നു.
നീ ഉണ്ടാക്കിയിരിക്കുന്ന വിഗ്രഹങ്ങളാൽ നീ നിന്നെ തന്നെ മലിനമാക്കിയിരിക്കുന്നു. നിന്റെ നാളുകൾ നീ ആസന്നമാക്കി, നിന്റെ ആണ്ടുകൾ നിനക്ക് വന്നെത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ ജനതകൾക്ക് നിന്നയും സകല ദേശങ്ങൾക്കും പരിഹാസ വിഷയവും ആക്കിയിരിക്കുന്നു. നിനക്ക് സമീപസ്ഥന്മാരായും ദൂരസ്ഥന്മാരായും ആയിരിക്കുന്നവർ ദുഷ്കീർത്തിയും ബഹുതുമലവും ഉള്ള നിന്നെ പരിഹസിക്കും. ഈ 22-ാം അധ്യായം യെരുശലേമിന്റെ നേരെയുള്ള ന്യായവിധിയെക്കുറിച്ച് യഹോവയായ ദൈവം യെഹെസ്കേലിനോട് പറയുന്ന ഭാഗമാണ്. ഇത് ഒരു പ്രവചന ഭാഷയാണെങ്കിലും കോടതികളിൽ ഉപയോഗിക്കുന്ന ഒരു ഭാഷാ പ്രയോഗം ഈ അധ്യായത്തിലുടനീളം കാണാൻ കഴിയുന്നുണ്ട്. യഹൂദയിലെ ജനങ്ങളുടെ പാപനിമിത്തം യെഹെസ്കേൽ അവരെ കുറ്റപ്പെടുത്തുന്നു. ഈ പാപങ്ങൾക്ക് കാരണം ഈ യെരുശലേം തന്നെയാണ് കുറ്റക്കാരൻ എന്ന മട്ടിലാണ് യഹോവയായ ദൈവം യെരുശലേമിനെ കുറിച്ച് പറയുന്നത്. ഈ അധ്യായത്തിൽ പ്രധാനമായും 3 പ്രാവശ്യം 3 അരുളപ്പാടുകൾ ഈ ഭാഗത്ത് അടങ്ങിയിട്ടുണ്ട്. 3 അരുളപ്പാടുകൾ. ഒന്നാമത്തെ വാക്യത്തിലുണ്ട്, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ ന്യായം വിധിക്കുമോ? രക്തപാതകമുള്ള പട്ടണത്തെ നീ ന്യായം വിധിക്കുമോ? ഇനി അടുത്തത് 17-ാമത്തെ വാക്യത്തിൽ പറയും, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ. ഇനിയും 23-ാമത്തെ വാക്യം അവിടെ പറഞ്ഞു, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ. അപ്പോൾ ഈ അധ്യായത്തിൽ 3 പ്രധാനപ്പെട്ട അരുളപ്പാടുകളാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇവ ഓരോന്നും വ്യത്യസ്തമാകുന്ന സന്ദർഭങ്ങളിൽ ഉച്ചരിക്കപ്പെട്ടവയാണ്. എന്നാൽ അതിന്റെ എല്ലാം പ്രധാനപ്പെട്ട വിഷയം, തീം ഒന്നു തന്നെയാണ്. എന്നാൽ അതങ്ങനെ പങ്കിടുന്നതിനാൽ അവയെ ഒന്നിച്ച് ചേർത്ത് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഈ ഒന്നാമത്തെ അരുളപ്പാട് 2-ാമത്തെ വാക്യം മുതൽ 16-ാമത്തെ വാക്യം വരെ ഒന്നാമത്തെ അരുളപ്പാടാണ്. യെരുശലേമിന്റെ പാപത്തിന്റെ കുറ്റപത്രമാണ് ഈ 2-ാമത്തെ വാക്യം മുതൽ 16-ാമത്തെ വാക്യം വരെ. യെരുശലേം രക്തച്ചൊരിച്ചിലിന്റെ പട്ടണമായി മാറുന്നു. മതപരവും സാമൂഹികവും നീതിരഹിതമായ പാപങ്ങൾ ഈ യെരുശലേമിൽ കാണപ്പെടുന്നു എന്നിവിടെ പറയുന്നു. ഇതിനെല്ലാം ഉള്ള ശിക്ഷ എന്താണെന്നും വളരെ വ്യക്തമായി പറയുന്നു. ആ ഒന്നാമത്തെ അരുളപ്പാട് 16-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ 15-ാമത്തെ വാക്യത്തിൽ അതിന് ശിക്ഷ കൊടുത്തിട്ടുണ്ട്. ഞാൻ അവരെ ജാതികളെ ചിതറിപ്പിച്ചു കളയും, എന്നിട്ട് അങ്ങനെ അവരിലെ അശുദ്ധിയെ നീക്കം ചെയ്യും എന്ന് വളരെ വ്യക്തമായി അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഈ 2 മുതൽ 16 വരെ വാക്യത്തിൽ നാം നന്നായി ഒന്ന് മനസ്സിലാക്കിയാൽ 2 പ്രധാനപ്പെട്ട പദങ്ങൾ ഇവിടെ ആവർത്തിച്ച് പറയുന്നു. 2 പ്രധാനപ്പെട്ട പദങ്ങൾ. ഒന്ന്, രക്തം, ബ്ലഡ്. രണ്ടാമത്തത് നിന്നിൽ എന്ന് പറയുന്ന ഭാഗം. ഈ 2 പദങ്ങൾ, വാക്കുകൾ ആവർത്തിച്ച് പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിലെ 1-2 ഉദാഹരണം ജസ്റ്റ് ഞാൻ കാണിക്കാം. ആ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നീ ന്യായം വിധിക്കുമോ? രക്തപാതകമുള്ള പട്ടണത്തെ ന്യായം വിധിക്കുമോ? അവിടെ പറഞ്ഞു രക്തപാതകമുള്ള, രക്തം,
ഇനി നമ്മള് 4-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ പറയും രക്തത്താൽ നീ കുറ്റക്കാരനായി തീർന്നിരിക്കുന്നു. 6-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ രക്തം ചൊരിയുവാനത്രേ. ഇനി 9, 12, 9-ാമത്തെ വാക്യം രക്തം ചൊരിയേണ്ടതിന്. 12-ാമത്തെ വാക്യം മറ്റൊരു അവിടെ വായിക്കുന്നു രക്തം ചൊരിയേണ്ടതിന് കൈക്കൂലി വാങ്ങുന്നവൻ നിന്നിലുണ്ട്. അത് പറയുന്നു. അപ്പൊ ആ ഭാഗങ്ങളൊക്കെ എടുത്തു പറയുന്ന ഒരു പദപ്രയോഗമാണ് രക്തം, ബ്ലഡ് എന്ന് പറയുന്ന പദപ്രയോഗം. ഇനി നിന്നിൽ, ഇത് 2-ാമത്തെ ആവർത്തിക്കുന്ന പദപ്രയോഗമാണ്. അതിൽ 6-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, തന്നാൽ കഴിയുന്നിടത്തോളം രക്തം ചൊരിയുവാൻ അത്ര നിന്നിൽ, ഇൻ യു എന്ന് എടുത്തു പറയുന്നു. ഇനി 7-ാമത്തെ വാക്യം അവിടെയും പറയുന്നു നിന്നിൽ വെച്ച് അവർ അനാഥനെയും. ഇനി അങ്ങനെ നമ്മൾ നോക്കിയാൽ 16-ാമത്തെ വാക്യം വരെ നോക്കുമ്പോൾ ഈ 2 പദപ്രയോഗങ്ങൾ ആവർത്തിക്കപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പതുക്കെ നമുക്ക് ഓരോ വാക്യങ്ങൾ വായിച്ച് അതിൽ ചിന്തിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാൻ ഈ രാത്രി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇനി ഇവിടെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 22:1 യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ ന്യായം വിധിക്കുമോ? രക്തപാതകമുള്ള പട്ടണത്തെ നീ ന്യായം വിധിക്കുമോ? എന്നാൽ നീ അതിന്റെ മ്ലേച്ഛതകളെയും അതിനോട് അറിയിച്ചു പറയേണ്ടത്. അവിടെ യെരൂശലേമിനെതിരായ ന്യായവിധി പ്രഖ്യാപിക്കുവാൻ യഹോവ യെഹെസ്കേലിനോട് 2 പ്രാവശ്യം അവിടെ പറയുന്നുണ്ട്. ഈ അധ്യായം ആരംഭിക്കുക തന്നെ യെഹെസ്കേലിനോട് ചോദ്യം ചോദിച്ചുകൊണ്ടാ, മനുഷ്യപുത്ര, നീ ന്യായം വിധിക്കുമോ? രക്തപാതകമുള്ള പട്ടണത്തെ നീ ന്യായം വിധിക്കുമോ? അപ്പൊ ഈ 2 പദപ്രയോഗങ്ങൾ നമുക്ക് ആവർത്തിച്ച് കാണാൻ, ഈ 2 ചോദ്യങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇതേ ചോദ്യം തന്നെ 20-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഇതേ ചോദ്യം തന്നെയുണ്ട്. 20-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, മനുഷ്യപുത്ര, നീ അവരെ ന്യായം വിധിക്കുമോ? നീ അവരെ ന്യായം വിധിക്കുമോ? ഇനി 23-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യം, 23-ാം അധ്യായം 36-ാമത്തെ വാക്യം. പിന്നെയും യഹോവ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, നീ ഒഹൊലയെയും ഒഹൊലിബയെയും ന്യായം വിധിക്കുമോ? അവിടെ വായിക്കും ന്യായം വിധിക്കുമോ. അപ്പൊ ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ പിന്നെ ഇവിടെ ആവർത്തിക്കപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് യെഹെസ്കേലിന്റെ ദൈവത്തിന്റെ ആലോചനയിലേക്ക് വിളിക്കുകയാണ്. ഒരു ഇൻവിറ്റേഷൻ പോലെയാണ്. വിധിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ദൈവത്തിന്റെ ആലോചനയിൽ പ്രവേശിക്കാനുള്ളതായ ഒരു ഇൻവിറ്റേഷൻ മാത്രമല്ല, പിന്നെയോ ദൈവത്തിന്റെ നീതിയിൽ കൂടി മനുഷ്യനുമായി ഷെയർ ചെയ്യുവാൻ പങ്കുവെക്കുന്ന ഒരു ഭാഗമാണ്. ഞാൻ ആ ഭാഗം ഒന്ന് വിശദീകരിക്കാം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. നമ്മളിലായ ദൈവത്തിന്റെ ഇമേജ്, നമ്മളുടെ ദൈവത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ, പ്രതിച്ഛായകൾ, അത് സാക്ഷ്യപ്പെടുത്തുന്നത്, ഓർപ്പിക്കുന്നത് ദൈവം നീതിമാനാണ് എന്നുള്ളതാണ്. നമുക്ക് റോമാലേഖനം 3:4 വായിച്ച്. റോമാലേഖനം ചാപ്റ്റർ 3 വേഴ്സ് 4. റോമൻസ് ചാപ്റ്റർ. നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ജയിക്കാനും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ എന്നേ വരൂ. അവിടെ വായിക്കുന്നത്, നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും എഴുതിയിരിക്കുന്നത് ദൈവം സത്യവാൻ.
അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തിന്റെ അതേ സ്വരൂപത്തിലും സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യൻ, ആ മനുഷ്യനിൽ നീതി ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ പ്രതിച്ഛായയാണ്, ദൈവത്തിന്റെ സ്വരൂപമാണ്. ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യത്തെ കുറിച്ച് മനുഷ്യർ ഒത്തിരി തെറ്റായി വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്തതിന് ഫലമായി വേദശാസ്ത്ര രംഗത്ത് ഒരുപാട് തെറ്റായ വേദശാസ്ത്രങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. ദൈവമാണല്ല പെണ്ണാണെന്നും ദൈവം അങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ ഇരിക്കുകയാണെന്നും ഒരുപാട് ചിന്തകൾ ലോകത്ത് നടക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ സ്വരൂപ സാദൃശ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അതേ സ്വഭാവ ഗുണങ്ങളോടുകൂടെ തന്നെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ ദൈവം സത്യവാനാണ്, ദൈവം നീതിമാനാണ് എന്നാണ് ഈ ഭാഗത്തു നിന്നും വെളിപ്പെടുത്തുന്നത്. എന്നിവിടെ പറഞ്ഞതിന്റെ അർത്ഥം യെരുശലേമിന്റെ ന്യായവിധിയിൽ യെഹെസ്കേലിനെ ഉൾപ്പെടുത്തുന്നതിനാൽ ദൈവം ഈ പ്രവാചകനിലൂടെ ദൈവം ഇവിടെ നീതീകരിക്കപ്പെടുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ ചെറുതായിട്ടത് വിശദീകരിക്കും. മനുഷ്യനായ ഇപ്പൊ യെഹെസ്കേൽ ചോദിക്കും, നീ ന്യായം വിധിക്കുമോ മനുഷ്യപുത്ര എന്നെടുത്തെടുത്ത് ചോദിക്കും, നീ ന്യായം വിധിക്കുമോ എന്നിട്ട് പറയും, രക്തപാതകമുള്ള പട്ടണത്തെ നീ മിണ്ടാതിരിക്കുമോ? നീ ന്യായം വിധിക്കുക ചോദിച്ചാൽ നീ ആ സമയത്ത് മിണ്ടാതിരിക്കുമോ? നീ ന്യായാധിപതിയാണെങ്കിൽ നീ ന്യായം വിധിക്കുകയില്ലേ എന്നാ ചോദിക്കും. എന്ന് പറഞ്ഞാൽ മനുഷ്യ, നീ ദൈവിക സാദൃശ്യത്തിലുള്ള നീ ഇങ്ങനെയുള്ള വിഷയം വരുമ്പോൾ നീ ന്യായം വിധിക്കുകയില്ലയോ? അപ്പൊ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇങ്ങനെയുള്ളതിനെ നിന്റെ മുമ്പിൽ വരുമ്പോൾ നീ ന്യായം വിധിക്കുകയില്ലയോ? നീ കൈയും കെട്ടി മിണ്ടാതിരിക്കുമോ? കാരണം നീ എന്റെ സ്വരൂപത്തിലും സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ട എന്റെ നീതിയും സത്യവും ഒക്കെ നിന്നിലുള്ളത് കൊണ്ട് നീ ഇത് കാണുമ്പോൾ മിണ്ടാതിരിക്കുമോ? നീ അതിനെ ന്യായം വിധിക്കുകയില്ലയോ? അപ്പൊ ഇങ്ങനെയുള്ളതിനെ നീ ന്യായം വിധിക്കുകയില്ലയോ? അതുപോലെ ഞാൻ ന്യായം വിധിക്കുന്നതിൽ എന്തെങ്കിലും അനീതി ഉണ്ടോ എന്നായി ചോദിച്ചതിനർത്ഥം. എന്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഈ നിലയിലുള്ള ജനത്തിന് മുൻപിൽ ഇരിക്കുമ്പോൾ നീ ന്യായം വിധിക്കത്തില്ലയോ? അങ്ങനെയെങ്കിൽ ഈ ജനം എന്റെ മുമ്പിൽ രക്തപാതകം ചെയ്തിരിക്കുന്നു, രക്തച്ചൊരിച്ചിൽ നടത്തിയിരിക്കുമ്പോൾ ഞാൻ ന്യായം വിധിക്കാതിരിക്കുന്നത് തെറ്റാണോ? ഞാൻ ന്യായം വിധിക്കുന്നതിനകത്ത് വലിയ തെറ്റുമുണ്ടോ എന്ന് യെഹെസ്കേലിലൂടെ ഇവിടെ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ഭാഗമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അതാണ് ഈ ഭാഗത്ത് എടുത്തു പറയുന്നത്. ന്യായവിധി, ഞാൻ ന്യായം വിധിക്കുന്ന തെറ്റുണ്ടോ എന്നാണ് ആ ചോദിച്ചതിന്റെ അർത്ഥം. ഇനി നമുക്ക് അതിന്റെ ആ രണ്ടാമത്തെ വാക്യം ഒന്നുകൂടി വായിച്ചു. യെഹെസ്കേൽ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. മനുഷ്യപുത്ര, നീ ന്യായം വിധിക്കുമോ? രക്തപാതകമുള്ള പട്ടണത്തെ നീ ന്യായം വിധിക്കുമോ? എന്നാൽ നീ അതിന്റെ സകല മ്ലേച്ഛതയെയും അതിനോട് അറിയിച്ചു പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. അവിടെ വായിക്കുന്നു, ഈ രക്തപാതകമുള്ള നീ അതിനെ സകല മ്ലേച്ഛതയും അതിനോട് അറിയിച്ചു പറയേണ്ടത് പറഞ്ഞാൽ യെഹെസ്കേലിന് അടുത്തൊരു ഡ്യൂട്ടി കൊടുക്കുകയാണ്. നീ ആ ജനത്തോട് അറിയിക്കണം എന്ന് വളരെ വ്യക്തമായി ഒരു ദൂത് കൊടുക്കുക. ആ ദൂത് അവനെ പരമേൽപ്പിക്കുകയാണ്. അതിന്റെ ആ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ കാലം വരുവാൻ തക്കവിധം നിന്റെ നടുവിൽ രക്തം ചൊരിഞ്ഞ് നിന്നെ തന്നെ മലിനമാക്കേണ്ടതിന് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന നഗരമേ, നീ ഇവിടെ യെഹെസ്കേലിനോട് ആ ജനത്തിന്റെ പാപത്തെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുകയാണ്.
നീ ഇത് ജനത്തോട് പറയണം. നമുക്കിതിനകത്തൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്, യഹോവയായ ദൈവം ഈ ജനത്തെ ന്യായം വിധിക്കാൻ വേണ്ടി പോവുകയാണ്. ന്യായം വിധിക്കുന്നതിന് മുൻപ് തന്നെ, ന്യായവിധി നടത്തുന്നതിന് മുൻപ് തന്നെ ന്യായം വിധിക്കാൻ പോകുന്നു എന്നുള്ള വസ്തുത മുൻപ് കൂട്ടി പറയുകയാണ്. മുൻപ് കൂട്ടി വിധി പ്രഖ്യാപനം നടത്തുകയാണ്. ന്യായവിധി നടന്നിട്ടില്ല, നടക്കാൻ പോകുന്നേ ഉള്ളൂ. ആ ശിക്ഷയ്ക്ക് മുൻപ് തന്നെ ന്യായം വിധിക്കും എന്ന് വളരെ വ്യക്തമായി ഇവിടെ എടുത്തു പറയുകയാണ്. നമുക്ക് എന്തുകൊണ്ടാണ് എടുത്തു പറയാനുള്ള കാര്യം? ന്യായവിധിയെ നടത്തുന്നതിന് മുൻപ് തന്നെ അവർക്ക് വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചും അവർ തെറ്റുകളെക്കുറിച്ചും പറയുവാൻ വേണ്ടി യെഹെസ്കേലിനെ ഏൽപ്പിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അവർക്ക് ദൈവം മാനസാന്തരപ്പെടുവാൻ ഒരു അവസരം ഒരുക്കി കൊടുക്കുകയാണ്. ഇവരെ തെറ്റുകളെ കുറിച്ച് ഇവരോട് പറയുമ്പോൾ അവർ ഏതെങ്കിലും വിധത്തിൽ തെറ്റ് തിരുത്തി വരുന്നു എങ്കിൽ, മാനസാന്തരപ്പെട്ടിട്ട് വരുന്നെങ്കിൽ വരട്ടെ എന്ന് ചിന്തിച്ചിട്ടാണ് യെഹെസ്കേലിനോട് ഈ കാര്യം വളരെ വ്യക്തമായി പറയുന്നത്. നീ ഇത് അവരോട് പറയണമെന്ന് പറയാനുള്ള കാരണം അതാണ്. നമുക്കറിയാം, നിനവെ പട്ടണം നശിപ്പിക്കുന്നതിന് മുൻപ് തന്നെ യഹോവയായ ദൈവം യോനായെ ആ ദേശത്തേക്ക് അയക്കുന്നുണ്ട്. നമുക്കറിയാം, യോന ആദ്യം അതിനൊരു അനുസരണക്കേട് കാണിച്ചെങ്കിലും പിന്നെ ആ പട്ടണത്തിൽ പോകുന്നുണ്ട്. ആ പട്ടണത്തിൽ പോയി പ്രസംഗിച്ചത് കൊണ്ട് അവിടെയുള്ള രാജാവും ജനങ്ങളും എല്ലാം അവർ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് മാനസാന്തരപ്പെട്ടതിനാൽ ആ നിനവയുടെ മേൽ വരാനുള്ള ന്യായവിധിയെ ദൈവം മാറ്റിക്കളഞ്ഞു. അപ്പോൾ ഈ ന്യായവിധി ഇവിടെ വരുന്നതിന് മുൻപ് ദൈവം അവരെ അറിയിക്കുകയാണ്, ഇങ്ങനെ ഇന്ന കാരണം കൊണ്ട് ന്യായവിധി വരും. അവരെ മുൻപ് കൂട്ടി അറിയിക്കുകയാണ്. അത് ദൈവത്തിന്റെ ഒരു നീതിയാ. വാസ്തവത്തിൽ നിനവേലുള്ള ജനത്തെ അറിയിച്ച ദൈവത്തിന്റെ നീതിയാ. നമുക്കറിയാം, നോഹയെ കുറിച്ച് പറയുമ്പോൾ നീതി പ്രസംഗിയായ നോഹ എന്നാ പറയുന്നത്. അദ്ദേഹവും വരാൻ പോകുന്ന പ്രളയത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും തന്നാൽ കഴിയുന്ന നിലയിൽ ലോകത്തോടൊക്കെ വിളിച്ചു പറഞ്ഞു വരാൻ പോകുന്ന ന്യായവിധി. അപ്പോൾ ഈ ന്യായവിധിക്ക് മുൻപ് തന്നെ യഹോവയായ ദൈവം ഈ ന്യായവിധിയെക്കുറിച്ച് പറയാനുള്ള കാരണം ചോദിച്ചാൽ, ജനം ആ നിലയിൽ ഇത് കേട്ട് മാനസാന്തരപ്പെടും. ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കേണ്ട വസ്തുത, ഈ കാലഘട്ടത്തിലും നമ്മൾ വിവിധ മീഡിയയിലൂടെ ദൈവജനം ഒരുപാട് കേൾക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. മുൻകാലങ്ങൾ എങ്ങുമില്ലാത്ത നിലയിലുള്ളതായ ദൈവജനങ്ങൾ വിവിധ മുഖാന്തരങ്ങളിലൂടെ ജനം പഠിക്കാനും കേൾക്കാനും മനസ്സിലാക്കാനും ഉള്ളതായ ഒരുപാട് മീഡിയകളും അതിന്റെ പ്രവർത്തനങ്ങളും നടക്കുന്ന ഒരു കാലഘട്ടമാണിത്. എന്ന് പറഞ്ഞാൽ ഒരു വലിയ ന്യായവിധി വരുന്നുണ്ട്. അതിനു മുൻപ് രക്ഷപ്പെടുവാൻ വേണ്ടി, ജനത്തെ അറിയിക്കുവാൻ വേണ്ടി, അതിന്റെ സമയം ഏറ്റവും അതിക്രമിച്ചു, ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും എവിടെയെങ്കിലും കേട്ട് രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ദൈവം ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള മുഖാന്തരങ്ങളിലൊക്കെ ദൈവം നടത്തുന്നത്. അതുകൊണ്ട് കേൾക്കുന്ന വചനം ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടത് ആവശ്യമാകുന്നു. നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന്, വഴുതി പോകാതിരിക്കേണ്ടതിന് കേട്ട വചനം അത് ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ഈ രാത്രി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഒന്ന്, ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ നമ്മുടെ മശിഹ വരുവാൻ സമയമായി. ആ ഒരുക്കത്തോടെ ജീവിപ്പാൻ നമുക്ക് അതിനുവേണ്ടി ആഗ്രഹിക്കുകയും നമ്മളെ തന്നെ നമുക്ക് ഒരുക്കുകയും ചെയ്യാം. നമ്മുടെ ചുറ്റുപാടും പാർക്കുന്ന ജനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട്, ലോക മനുഷ്യരും ദൈവ മനുഷ്യരും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, അവ എല്ലാറ്റിനും യഹോവ അവനെ വിടുവിക്കുന്നു, അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു. അതുകൊണ്ട് ദൈവജനത്തോടുള്ള ബന്ധത്തിൽ
ദൈവം നമ്മളെ ശിക്ഷിച്ചാലും നമ്മളെ ഏതെല്ലാം നിലയിൽ നടത്തിവിട്ടാലും അതിന്റെ എല്ലാം പിൻപിൽ ഒരു പ്രത്യാശയുടെ വാക്തത്വം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ പ്രത്യാശയുടെ വാക്തത്വത്തെ നമുക്ക് മുറുകെ പിടിച്ച് യാത്ര ചെയ്യുവാൻ ദൈവം കൃപ നൽകട്ടെ. ഇവിടെ ഇപ്പോൾ ഓർപ്പിച്ചതുപോലെ ഈ നിലയിലൊക്കെ നമ്മൾ ദൈവം കേൾക്കുമ്പോൾ നമ്മെ തന്നെ ഒരുക്കി, നമ്മെ തന്നെ സൂക്ഷിച്ച് വരുവാനുള്ള കോപ ദിവസത്തിൽ രക്ഷപ്പെട്ട് മുൻപോട്ട് പോകുവാൻ നമ്മളെ തന്നെ ദൈവം സമർപ്പിച്ച് യാത്ര ചെയ്യാൻ ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.